എത്ര പറഞ്ഞാലും തീരാത്തത്ര കഥകളുടെ ഒരു കൂമ്പാരമാണ് രണ്ടാം ലോക മഹായുദ്ധം എന്നത്. അതിൽ ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ നിരവധി പേരുണ്ടെങ്കിലും ചിലർ ഇന്നും മായാത്ത ഒരു അത്ഭുതമായി അവശേഷിക്കുന്നുമുണ്ട്. അത്തരത്തിൽ അമേരിക്കൻ യുദ്ധചരിത്രത്തിൽ ഏറെ പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡെസ്മണ്ട് ഡോസ്. 1945 അമേരിക്കൻ ഗവൺമെന്റിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിനോടായി അന്നത്തെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: താങ്കൾക്ക് ഈ അവാർഡ് നൽകുന്നത് പ്രസിഡന്റ് എന്ന പദവിയേക്കാൾ അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. ഒരു പ്രസിഡന്റ് ഇത്ര പ്രശംസിക്കാൻ മാത്രം ഡെസ്മണ്ട് ഡോസ് ആരായിരുന്നു? അദ്ദേഹം ഒരു അമേരിക്കൻ പട്ടാളക്കാരനായിരുന്നു. എന്നാൽ തന്റെ സൈനിക ജീവിതത്തിൽ ഒരാളെപ്പോലും വധിക്കാതെ, തോക്ക് കൈകൊണ്ട് തൊടാതെ യുദ്ധം ജയിച്ച ചരിത്രത്തിലെ ഒരു അപൂർവ വ്യക്തി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഒരു ബൈബിളും ദൈവത്തിലുള്ള വിശ്വാസവുമായിരുന്നു. മരപ്പണിക്കാരനായിരുന്ന വില്യം ഡോസിന്റെയും ഫാക്ടറി തൊഴിലാളിയായിരുന്ന ബെർത്ത ഡോസിന്റെയും മകനായി അമേരിക്കയിലെ ലിഞ്ച്ബർഗിൽ 1919 ഡെസ്മണ്ട് ഡോസിന്റെ ജനനം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സൈനികനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് തികഞ്ഞ മദ്യപാനിയും വിഷാദരോഗത്തിനടിമയുമായിരുന്നു. എങ്കിലും വളരെയേറെ ദൈവവിശ്വാസത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത്. ഡെസ്മണ്ട് ന്യൂപോർട്ട് ന്യൂസ് നേവൽ കപ്പൽശാലയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ജപ്പാന്റെ അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമണം നടക്കുന്നത്. അന്ന് അമേരിക്കയ്ക്കേറ്റ ഏറ്റവും വലിയ ഒരു ആക്രമണമായിരുന്നു അത്. ആ ഇടയ്ക്കാണ് ഡെസ്മണ്ടിന് സൈനികനാകാനുള്ള താല്പര്യവും ഉടലെടുക്കുന്നത്. തന്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന തിരിച്ചറിവിൽ അദ്ദേഹം പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ 1942 അദ്ദേഹം അമേരിക്കൻ പട്ടാളത്തിൽ ചേർന്നു. 307 ബറ്റാലിയനിലെ 77 ഇൻഫൻട്രി വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം. എന്നാൽ പരിശീലന കാലത്ത് കടുത്ത മതവിശ്വാസിയായിരുന്ന ഡെസ്മണ്ട് യുദ്ധത്തിന്റെ ഭാഗമായി എതിർ രാജ്യത്തെ പട്ടാളക്കാരെ വധിക്കാനോ യുദ്ധാവശ്യങ്ങൾക്കുള്ള ആയുധങ്ങൾ വഹിക്കാനോ തയ്യാറായിരുന്നില്ല. താനൊരിക്കലും ആയുധം കൈക്കൊണ്ടു തൊടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിചിത്രമായ തീരുമാനം കേട്ട പല ഉദ്യോഗസ്ഥരും വളരെയേറെ ആശയക്കുഴപ്പത്തിലായി. ഒരു സൈനികൻ എങ്ങനെയാണ് ആയുധമില്ലാതെ യുദ്ധഭൂമിയിൽ പോരാടുക? ഡെസ്മണ്ടിന്റെ ഈ ഒരു വിചിത്ര നിലപാട് ആർക്കും തന്നെ സ്വീകാര്യമായി തോന്നിയില്ല. അതിനാൽ തന്നെ സൈന്യത്തിൽ ചേരുന്നതിൽ നിന്ന് പോലും അവർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തനിക്ക് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും സൈനികനാകണമെന്നും ഡെസ്മണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ വേറെ വഴിയില്ലാതെ സൈന്യത്തിലെ കോംബാറ്റ് മെഡിക്കായി അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു. എന്നാൽ തോക്കെടുക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ സഹസൈനികരിൽ നിന്നും അപമാനവും അവഹേളനവും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹം മരിക്കേണ്ടവനാണെന്ന് പോലും കരുതുന്നവർ അന്ന് ആക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ സൈനിക ജീവിതം വളരെയേറെ ദുസ്സഹമായിരുന്നു. ഒരു നല്ല സൈനികനാകാനുള്ള ഗുണങ്ങളൊന്നും അദ്ദേഹത്തിനില്ലെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. ആയുധം കയ്യിലെടുക്കാത്തത് ഭീരുത്വമായാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ ജീവനെടുക്കാൻ തന്റെ വിശ്വാസം അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. ഭയമായിരുന്നില്ല, വിശ്വാസമായിരുന്നു അദ്ദേഹത്തെ പുറകോട്ടു വലിച്ചത്. പലപ്പോഴും അദ്ദേഹം മറ്റു സഹപ്രവർത്തകരുടെ മുൻപിൽ ഒരു ഹാസ്യകഥാപാത്രമായി തീർന്നു. ആരും തന്നെ ഒരു വിലയും അദ്ദേഹത്തിന് കൊടുത്തതുമില്ല. പലപ്പോഴും മാനസികമായും ശാരീരികവുമായ പീഡനങ്ങൾ പോലും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും പിന്മാറാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. തന്റെ ലക്ഷ്യം രാജ്യസേവനമാണെന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഒരിക്കൽ കമാൻഡിംഗ് ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ ജാക്ക് ലോവൽ ഡോസിനെ സ്ഥലം മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ജാക്കിനോട് ഡോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ധൈര്യത്തെ ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ ജീവനെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാനവിടെ ഉണ്ടാകും. എന്നാൽ ഡെസ്മണ്ട് ഡോസിന്റെ ഈ മറുപടി ക്യാപ്റ്റനെ കൂടുതൽ ക്ഷുഭിതനാക്കി. തോക്കെടുക്കാതെ ഇവിടെ തുടരാനാകില്ലെന്നും താക്കീതു നൽകി. പരമാവധി അദ്ദേഹത്തെ ടോർച്ചർ ചെയ്തു. എങ്കിലും ഇത് ഇട്ടെറിഞ്ഞു പോകാൻ ഡെസ്മണ്ട് ഡോസ് ഒരുക്കമായിരുന്നില്ല. അങ്ങനെ അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു ഭാഗമായി തന്നെ തീർന്നു അദ്ദേഹം. 1945 മെയ് മാസത്തിൽ ജർമ്മൻ സൈന്യം ഒരു ഭാഗത്ത് തന്റെ തോൽവി സമ്മതിച്ചുകൊണ്ടിരിക്കെ ജാപ്പനീസ് സൈന്യം അവരുടെ അവസാന പ്രതിരോധ കേന്ദ്രങ്ങളായ ഒക്കിനാവായും ഹാക്സോ റിഡ്ജും സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം ഹാക്സോ റിഡ്ജ് പിടിച്ചെടുക്കാൻ അമേരിക്ക പുറപ്പെട്ടു. അവർ ചെങ്കൂത്തായ മല കയറി മുകളിലെത്തിയപ്പോഴേക്കും അപ്രതീക്ഷിതമായ ആക്രമണം ജപ്പാന്റെ ഭാഗത്തുനിന്നുണ്ടായി. പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ തന്നെ അമേരിക്കൻ സൈന്യം ഒന്നു പതറി. അവർ ആവുന്ന രീതിയിൽ പ്രതിരോധിച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല. ഉടൻ തന്നെ സൈന്യത്തോട് പിന്മാറാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. അതോടെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മലയിറങ്ങാൻ തുടങ്ങി. മലയിറങ്ങാൻ മടിച്ചു നിന്ന ആ ഒരാൾ മറ്റാരുമായിരുന്നില്ല, അത് ഡെസ്മണ്ട് ഡോസ് ആയിരുന്നു. ജപ്പാന്റെ ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൂടാതെ നിരവധി പേർ മരണത്തിനും കീഴടങ്ങി. എന്നാൽ ഈ സമയം തന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്ന തിരക്കിലായിരുന്നു ഡെസ്മണ്ട്. പരിക്കേറ്റു കിടക്കുന്ന ആളുകളെ തന്നെ കൊണ്ടാകും പോലെ രക്ഷിക്കാൻ ഡെസ്മണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്റെ ദൃഢനിശ്ചയവും ധൈര്യവും മൂലം
അദ്ദേഹം അന്ന് രക്ഷിച്ചത് തന്നെ പുറത്താക്കാൻ ശ്രമിച്ച ഗോൾവറിന്റേതുൾപ്പെടെ 75 ജീവനുകളായിരുന്നു. ഭീരുവെന്നു തന്നെ കളിയാക്കിയവരുടെ മുൻപിൽ അദ്ദേഹം ജയിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അമേരിക്കൻ സൈന്യം യുദ്ധമുന്നേറ്റം തുടർന്നപ്പോൾ ഒരു ജാപ്പനീസ് ഗ്രനേഡ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കാലിന് സാരമായി പരിക്കുപറ്റി. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സ്നൈപ്പർ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ തുളച്ചു കയറി. വെടികൊണ്ട് ഒടിഞ്ഞു തൂങ്ങിയ തന്റെ കൈ തോക്കിന്റെ ഒടിഞ്ഞ ഭാഗം കൊണ്ട് കെട്ടിവെച്ചാണ് അദ്ദേഹം മറ്റു പരിക്കേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിച്ചത്. എന്നാൽ കയ്യിലും കാലിനും പരിക്കു പറ്റിയതോടെ അദ്ദേഹത്തിന് തന്റെ സൈനിക ജീവിതവും അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്കിലും ഡെസ്മണ്ടോസ് ഒരു അത്ഭുതമാണ്. ഒരു ശത്രുവിനെ പോലും വധിക്കാതെ, ആയുധം കൈകൊണ്ടു തൊടാതെ ധീരതയ്ക്കുള്ള സൈനിക ബഹുമതി ലഭിച്ച ഒരു അപൂർവ വ്യക്തിത്വം. എല്ലാവരും ഒരിക്കൽ ഭീരുവെന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിൽ അവരുടെ ആ നാവുകൊണ്ട് തന്നെ ധീരൻ എന്നു പറയിപ്പിക്കാൻ ഡെസ്മണ്ടോസ് എന്ന പട്ടാളക്കാരനു സാധിച്ചു. പിന്നീട് തന്റെ സൈനിക ജീവിതത്തിനു ശേഷം കുലത്തൊഴിൽ ചെയ്തു ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും കയ്യിനേറ്റ ഗുരുതരമായ പരിക്ക് മൂലം അതിന് സാധിച്ചില്ല. അതിനിടെ ക്ഷയരോഗവും അദ്ദേഹത്തെ ബാധിച്ചു. 1972 ആ രോഗം അദ്ദേഹത്തെ വല്ലാതെ പിടിമുറുക്കിയിരുന്നു. രോഗബാധിതനായ അദ്ദേഹം ആശുപത്രിയിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. ഒടുവിൽ 2006 മാർച്ച് 23 തന്റെ വീട്ടിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി 2016 മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ഹാക്സോ റിഡ്ജ് വളരെയേറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു ബയോഗ്രാഫിക്കൽ വാർ മൂവിയായിരുന്നു. അതോടെ അദ്ദേഹം കൂടുതൽ ലോക പ്രശസ്തമാവുകയും ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ അദ്ദേഹം എന്നും സമാനതകളില്ലാത്ത ഒരു അപൂർവ വ്യക്തിത്വമാണ്. ആരെയും അതിശയിപ്പിക്കുന്ന ഒരു അത്ഭുത പ്രതിഭ.